ഹലോ ഡിയേഴ്സ്, ഇംഗ്ലീഷിലുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വാക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ന്യൂമോണോ അൾട്രോ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോനിയോസിസ്. ഇതിൽ 45 ലെറ്റേഴ്സാണുള്ളത്. ഇത് ഒരു ലങ് ഡിസീസാണ്, അഥവാ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഇത്. ഇതാണ് ഏറ്റവും വലിയ ഇംഗ്ലീഷിലുള്ള ഏറ്റവും വലിയ വാക്ക്. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ഏറ്റവും ലോങ്ങസ്റ്റ് വാക്കാണ്, അഥവാ ഇംഗ്ലീഷിലെ 26 ലെറ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള വാക്കാണ് അടുത്തത് പറയാൻ പോകുന്നത്. ദ ക്യൂക്ക് ബ്രൗൺ ഫോക്സ് ജംപ്സ് ഓവർ ദ ലേസി ഡോഗ്. ഇതിൽ 26 ലെറ്റേഴ്സിലധികം ഉണ്ടെങ്കിലും 26 ലെറ്റേഴ്സും മസ്റ്റായിട്ടും ഉപയോഗിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണിത്. ഇതിനെ പറയുന്ന പേര് പാൻഗ്രാം എന്നാണ്, അഥവാ ഇംഗ്ലീഷിലെ എല്ലാ ലെറ്റേഴ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സെൻറ്റൻസ് എന്നാണ് ഈ പാൻഗ്രാം എന്നതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് രണ്ടും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് പറഞ്ഞൊന്ന് മാത്രം. ഇനി നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ദിവസേന മലയാളത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് നമുക്ക് പരിചയപ്പെടാം. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും, എനിക്ക് പാട്ട് പാടാൻ കഴിയും, എനിക്ക് നീന്താൻ കഴിയും. അപ്പോൾ ഈ ഒരു 2-3 ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഈ 2-3 ഉദാഹരണങ്ങളിലുള്ള കാണുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഞാനത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. എങ്ങനെ പറയാമെന്ന് ഓരോന്നോരോന്നായി പരിശോധിക്കാം. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡ്രൈവ്. എനിക്ക് പാട്ട് പാടാൻ കഴിയും, ഐ ക്യാൻ സിങ് എ സോങ്. എനിക്ക് നീന്താൻ കഴിയും, ഐ ക്യാൻ സ്വിം. ആ ക്യാൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള സെൻറ്റൻസുകൾ നാം ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കെല്ലാവർക്കും പറയാനുണ്ടാവും. ഈ ക്യാൻ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത 2-3 സെൻറ്റൻസുകൾ പറയാം. അത് ഏത് രൂപത്തിലാണ് പറയുന്നത് എന്ന് കൂടി പരിശോധിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എനിക്ക് ആ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു, എനിക്ക് നീന്താൻ കഴിഞ്ഞു, എനിക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു, എനിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസുകൾ മുകളിൽ പറഞ്ഞ സെൻറ്റൻസുകളിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? ഓരോന്ന് പരിശോധിക്കാം. എനിക്ക് ആ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യത്തേത്. ഐ കുഡ് അറ്റൻഡ് ദ പ്രോഗ്രാം എന്നുള്ളതാണ്. എനിക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു, ഐ കുഡ് യൂസ് ദ മൊബൈൽ. എനിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞു, ഐ കുഡ് സിങ് എ സോങ്. എനിക്ക് നീന്താൻ കഴിഞ്ഞു, ഐ കുഡ് സ്വിം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കണ്ടുവരുന്ന കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എനിക്കെല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ കുഡ് എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് പറയാൻ കഴിയുക. ഓക്കെ, overall, my dear friends, this video is talking about the sample sentences of can and could, which is the ability to do something or I did something. That's it for today's video. Humble request you all not to forget to give me a thumbs up, subscribe the channel and share the video as much as possible. Thank you.